ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ട്രീനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഗ്രാഫ് തിയറിയിൽ ട്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. An acyclic graph is one that contains no cycle. അസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യാത്ത ഗ്രാഫാണ്. ദാറ്റ് ഈസ് സൈക്കിൾസ് കണ്ടെയ്ൻ ചെയ്യാത്ത ഗ്രാഫിനെയാണ് അസൈക്ലിക് ഗ്രാഫ് എന്ന് പറയാം. ഇങ്ങനെ ഒരു ഗ്രാഫ് നോക്കുക. ഇത് സൈക്കിൾ ഇല്ലാത്തൊരു ഗ്രാഫാണ്. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടെക്സിൽ തന്നെ അവസാനിക്കുന്ന തരത്തിൽ ഒരു ട്രയൽ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എഴുതാൻ പറ്റില്ല. ദർഫോർ ഈ ഗ്രാഫ് ഒരു അസൈക്ലിക് ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനിയാണ് ട്രീ എന്താണെന്ന് പറയാൻ പോകുന്നത്. A tree is a connected acyclic graph. That is, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള അസൈക്ലിക് ഗ്രാഫിനെയാണ് ട്രീ എന്ന് പറയുന്നത്. സോ ഈ ഗ്രാഫ് ഒരു ട്രീ ആണോ? അതായത് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണ് അല്ലേ? കണക്ഷൻ എവിടെയും വിട്ടുപോയിട്ടില്ലല്ലോ. സോ ഇത് കണക്റ്റഡും ആണ്, പിന്നെ അസൈക്ലിക്കും ആണ്. ദർഫോർ ഇതൊരു ട്രീ ആണെന്ന് പറയാം. സോ ഈ ഗ്രാഫ് എന്താണ്? ഒരു ട്രീ ആണ്. ഓക്കെ, ഇനി ഈ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഗ്രാഫ് അസൈക്ലിക് ആണ് അല്ലേ? പക്ഷെ എന്താണ്? കണക്റ്റഡ് അല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊരു ട്രീ അല്ല എന്ന് പറയാം. അപ്പം ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള അസൈക്ലിക് ഗ്രാഫാണ്. ഓക്കെ, ഇനി 6 വെർട്ടെക്സ് ഉള്ള ട്രീസിന് എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രാഫുകളിൽ ഏതൊരു ഗ്രാഫ് നിങ്ങൾ നോക്കിയാലും അത് കണക്റ്റഡ് ആണ്, അസൈക്ലിക്കും ആണ്. ദർഫോർ ഇവിടെ എല്ലാം ട്രീസ് ആണെന്ന് പറയാം. നോക്കുക, ഈ ഗ്രാഫ് ചൂസ് ചെയ്യാം. ഈ ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സും കണക്റ്റഡ് ആണല്ലോ. അതേപോലെ തന്നെ 6 വെർട്ടെക്സും ഉണ്ട്. അതേപോലെ ഇത് അസൈക്ലിക്കും ആണ്. ഇതിൽ എവിടെയെങ്കിലും ഒരു സൈക്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യുന്ന തരത്തിൽ ഒരു ട്രയൽ നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. ദർഫോർ ഇതെന്താണ്? ഒരു ട്രീന് എക്സാമ്പിളാണ്. അതായത് അസൈക്ലിക്കും ആണ്, കണക്റ്റഡും ആണ്. അതേപോലെ ഈ ഗ്രാഫും അതേപോലെ അസൈക്ലിക്കും ആണ്, കണക്റ്റഡും ആണ്. സോ ഇതും ട്രീ ആണ്, ഇതും ട്രീ ആണ്. ഇതിനെല്ലാം 6 വെർട്ടെക്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ 6 വെർട്ടെക്സ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ടാമത്തെ ഗ്രാഫ് ഇത് ചൂസ് ചെയ്യുക. ഇത് മാത്രം നോക്കുക. ഇവിടെ ഇത്തരത്തിലൊരു എഡ്ജും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഈ ഒരു സംഭവം ഇതെന്തായിരിക്കും? സൈക്കിൾ ഫോം ചെയ്യും അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്താവും? ട്രീ അല്ലാതായി മാറും. അതായത് ഈ ഒരു ഒറ്റ എഡ്ജ് ഇവിടെ ആഡ് ചെയ്യുന്നതോടുകൂടി ഇത് ട്രീ അല്ലാതായി മാറും. കാരണം ട്രീ ആവണമെങ്കിൽ അസൈക്ലിക്കും കണക്റ്റഡും ആയിരിക്കണം. ഇതിപ്പോൾ എന്താണ്? കണക്റ്റഡ് ആണ്, പക്ഷെ എന്താണ്? അസൈക്ലിക് അല്ല. കാരണം ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ പോലും ആ ഗ്രാഫിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് അത് അസൈക്ലിക് ആവുക. ഓക്കെ, അപ്പോൾ എന്താണ് ട്രീ എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. അതായത് അസൈക്ലിക് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ട്രീ എന്ന് പറയാം. ഓക്കെ, ഇനി 2 തിയറംസ് നോക്കുക. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതിയാവും, പ്രൂഫ് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തിയർ അതാണ്. ഇൻ എ ട്രീ എനി 2 വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. നമ്മൾ ഏതൊരു ട്രീ എടുക്കുകയാണെങ്കിലും അതിൽ ഏതൊരു 2 വെർട്ടെക്സ് ചൂസ് ചെയ്താലും അവ തമ്മിൽ ഒരു യുണീക്ക് പാത്തുമായി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് എത്താൻ ട്രീസിൽ ഒരു പാത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് ചൂസ് ചെയ്യാം. ഈ ഗ്രാഫിലെ ഏത് 2 വെർട്ടെക്സ്, ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വെർട്ടെക്സും ഈ ഒരു വെർട്ടെക്സും തമ്മിൽ ഒരു യൂണീക്ക് പാത്തേ ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ നമുക്ക് ഈ 2 വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഒരു വെർട്ടെക്സും ഈ ഒരു വെർട്ടെക്സും ആണെങ്കിൽ ഇങ്ങനൊരു ട്രയലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ ഗ്രാഫിലെ ഏത് 2 വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അതൊരു യുണീക്ക് പാത്തുമായി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇൻ എ ട്രീ എനി 2 വെർട്ടിസസ് ആർ കണക്റ്റഡ് ബൈ എ യുണീക്ക് പാത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിയറം നോക്കാം.
If G is a tree, then epsilon is equal to V minus 1. അതായത് നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെർട്ടെക്സ് മൈനസ് 1. എപ്സിലോൺ എന്നത് നമ്പർ ഓഫ് എഡ്ജസും സ്മോൾ വി എന്നത് നമ്പർ ഓഫ് വെർട്ടിസസും ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. സോ ജി എന്ന ഗ്രാഫിൻ്റെ എന്നൊരു ഗ്രാഫ് ഒരു ട്രീ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും. അപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഗ്രാഫിനെ എടുക്കാം. ഈ ഗ്രാഫിൽ വെർട്ടെക്സ് ഒക്കെ എത്രയാണ്? 6 വെർട്ടെക്സ് ഉള്ള ട്രീസിനെയാണ് നമ്മളിത് വരച്ചിട്ടുള്ളത്. സോ 6 വെർട്ടെക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലെ എഡ്ജസിൻ്റെ എണ്ണം എത്രയായിരിക്കും വരിക? എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് വെർട്ടെക്സിൻ്റെ എണ്ണത്തിൽ നിന്ന് 1 മൈനസ് ചെയ്തായിരിക്കും. സോ ഇവിടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 6 ആണ്. 6 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഈ ഗ്രാഫിലെല്ലാം 5 വെർട്ടെക്സ് ആണോ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഫസ്റ്റ് ഗ്രാഫിൽ 1 2 3 4 5 5 വെർട്ടെക്സ് ഉണ്ട്. സെക്കൻഡ് ഗ്രാഫിൽ നോക്കാം 1 2 3 4 5 5 എഡ്ജസ് ആണുള്ളത്. ആൻഡ് ഇതൊക്കെ അതേപോലെ എല്ലാം നോക്കുക, എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്താണ്? 5 വെർട്ടെക്സ് ആണ് ഉള്ളത്. ദർഫോർ ഏതൊരു ട്രീ എടുക്കുകയാണെങ്കിലും ടോട്ടൽ എത്ര വെർട്ടെക്സ് ഉണ്ടോ അതിൽ നിന്ന് 1 കുറവായിരിക്കും എഡ്ജസിൻ്റെ എണ്ണം. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു വി മൈനസ് 1. അതായത് നമ്പർ ഓഫ് എഡ്ജസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെർട്ടെക്സ് മൈനസ് 1. അതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ 2 തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മളൊരു കൊറോളറിയാണ് പറയാൻ പോകുന്നത്. നോക്കുക, എവറി നോൺ ട്രിവിയൽ ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഓഫ് ഡിഗ്രി 1. അതായത് ഏതൊരു നോൺ ട്രിവിയൽ ട്രീ ചൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി 1 ആയി വരുന്ന 2 വെർട്ടെക്സെങ്കിലും ഉണ്ടാവും. അതായത് നമ്മൾ ഏതൊരു നോൺ ട്രിവിയൽ ട്രീ എടുക്കുകയാണെങ്കിലും അതിൽ അറ്റ്ലീസ്റ്റ് ഡിഗ്രി 1 ആയിട്ട് വരുന്ന 2 വെർട്ടെക്സെങ്കിലും ഉണ്ടാവും. ട്രിവിയൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫാണെന്ന് നമുക്കറിയാം. സോ നോൺ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതായത് അത് സ്റ്റാർട്ട് ചെയ്യുക 2 വെർട്ടെക്സ് മുതലായിരിക്കും. സോ 2 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് അസൈക്ലിക് ആണ്, കണക്റ്റഡ് ആണ്. ദർഫോർ ഇതൊരു ട്രീ ആണ്. ഇതിന് 2 വെർട്ടെക്സ് മാത്രമാണുള്ളത്. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രി 1 ആണ്. ഡിഗ്രി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാമെന്ന് അറിയാലോ. ഒരു വെർട്ടെക്സിൽ നിന്ന് എത്ര തവണ ഒരു എഡ്ജിനെ ടച്ച് ചെയ്യുന്നത് നോക്കിയാൽ മതി. അതായത് ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ വെർട്ടെക്സ് എത്ര തവണ എഡ്ജിനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തവണ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നതും 1 ആയിരിക്കും. സോ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇവിടെ 2 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്താണ്? 1 ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഓഫ് ഡിഗ്രി 1, അതായത് ഡിഗ്രി 1 ആയി വരുന്ന 2 വെർട്ടെക്സെങ്കിലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ 2 വെർട്ടെക്സ് ഉണ്ട്. ആ 2 വെർട്ടെക്സിനും ഡിഗ്രി 1 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 വെർട്ടെക്സ് ഉള്ളത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് കണക്റ്റഡ് ആണ്, അതേപോലെ തന്നെ അസൈക്ലിക്കുമാണ്. സോ ഇതൊരു ട്രീ ആണ്. ഇതിൽ 3 വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആയിരിക്കും. അതായത് ഒരു തവണ മാത്രമേ എഡ്ജിനെ ടച്ച് ചെയ്യുന്നു. ആൻഡ് ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് 2 തവണ വെർട്ടെക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെർട്ടെക്സ് എഡ്ജിനെ 2 തവണ ടച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നതും 1 ആയിരിക്കും. ഓക്കെ, ദഫോർ ഇതിലും 2 വെർട്ടെക്സ് ഡിഗ്രി 1 ആയി വരുന്നുണ്ട്. അതായത് നമ്മൾ തിയറം എന്ത് ചെയ്യുന്നത്? ഒബ്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 6 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് നോക്കാം. ഇതിലൊക്കെ വെർട്ടെക്സ് 1 ആയിട്ട് വരുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1 ആയിട്ട് വരുന്ന 2 വെർട്ടെക്സ് എങ്കിലും ഉണ്ടോ നോക്കാം. ഈ ഗ്രാഫിൽ ഇതിൻ്റെ ഡിഗ്രി 1 ആണ്, ഇതിൻ്റെ ഡിഗ്രിയും 1 ആണ്. സോ ഈ ഗ്രാഫിൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 2 എണ്ണം ഉണ്ട്. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ 2 ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ 3 എണ്ണം ഉണ്ട് ഈ ഗ്രാഫിൽ. എന്ത്? വെർട്ടെക്സ് ഡിഗ്രി 1 ആയി വരുന്നത്. അതായത് ഈ അറ്റത്ത് ഒക്കെ എന്തായിരിക്കും? വെർട്ടെക്സ് ഡിഗ്രി 1 ആയി വരുന്നതാണ്. ഇതിൽ 3 ഉണ്ട്. അപ്പം ഈ ഗ്രാഫിലെല്ലാം എന്താണ്? വെർട്ടെക്സ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് 1 ആയിട്ട് വരുന്ന 2 എണ്ണെങ്കിലും വെർട്ടെക്സുകൾ ഇതിലുണ്ട്. അതായത്
എവറി നോൺ ട്രിവിയൽ ട്രീ ഹാസ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ് ഓഫ് ഡിഗ്രി 1. അതായത് ഏതൊരു നോൺ ട്രിവിയൽ ട്രീസ് എടുക്കുകയാണെങ്കിലും അതിൽ ചുരുങ്ങിയത് ഡിഗ്രി 1 ആയി വരുന്ന 2 വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയാൻ പോകുന്നത്. നോക്കുക, ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് വി മൈനസ് 1. ജി എന്നതൊരു ഗ്രാഫാണ്. അതിൽ എത്ര എഡ്ജസ് ഉണ്ട്? വെർട്ടെക്സിൽ നിന്ന് 1 കുറച്ച് എത്രയാണോ കിട്ടുന്നത് അത്രയും എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫാണ് ജി. ദെൻ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഇക്വാലൻസ് ആണ്. ഈ 3ഉം ഇക്വാലൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് വി മൈനസ് 1 എഡ്ജസ് ആണ് ജി എന്ന ഗ്രാഫിൽ ഉള്ളത് എങ്കിൽ ജി ഈസ് കണക്റ്റഡ് ആയിരിക്കും. അതായത് ജി എന്നുള്ളത് കണക്റ്റഡ് ആയിരിക്കും. ഇഫ് ജി ഈസ് കണക്റ്റഡ് ദെൻ ജി അസൈക്ലിക് ആയിരിക്കും. ആൻഡ് ജി അസൈക്ലിക് ആണെങ്കിൽ ജി ഒരു ട്രീ ആയിരിക്കും. അതായത് കണക്റ്റഡ് ആണെങ്കിൽ അസൈക്ലിക് ആയിരിക്കും, അസൈക്ലിക് ആയിരുന്നെങ്കിൽ ട്രീ ആയിരിക്കും, ആൻഡ് ട്രീ ആണെങ്കിൽ കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഗ്രാഫ് ചൂസ് ചെയ്യാം. ഈ ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടെക്സ് എത്രയാണ്? 3 ആണ് അല്ലേ? 3 വെർട്ടെക്സ് ആണ് ഉള്ളത്. സോ 3 വെർട്ടെക്സ് ആണ്. സോ നമ്പർ ഓഫ് വെർട്ടെക്സ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ഇവിടെ വി മൈനസ് 1 ആണോ എഡ്ജസ് ഉള്ളത് നോക്കാം. എഡ്ജസ് എന്ന് പറയുന്നത് വി മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 അല്ലേ? ഇവിടെ വി മൈനസ് 1 അതായത് 2 എഡ്ജസ് ആണ് ഉള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ വി മൈനസ് 1 എഡ്ജസ് ആണുള്ളത്. ദർഫോർ ഈ ഗ്രാഫിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലാണ് ഉള്ളത്. അതായത് എന്താണ്? വി മൈനസ് 1 എഡ്ജസ് ആണുള്ളത്. ആൻഡ് മാത്രമല്ല ഈ ഗ്രാഫ് കണക്റ്റഡും ആണ്. സോ ഈ ഗ്രാഫ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എന്താണെന്ന് പറയാം? അസൈക്ലിക് ആണെന്ന് പറയാം. ആൻഡ് ഈ ഗ്രാഫ് അസൈക്ലിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഗ്രാഫ് ഒരു ട്രീ ആണെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് എന്തും പറയാം? ട്രീ ആയതുകൊണ്ട് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണെന്നും പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ഒരു ഗ്രാഫിൽ വി മൈനസ് 1 എഡ്ജസ് ആണ് ഉള്ളതെങ്കിൽ ആൻഡ് മാത്രമല്ല അത് കണക്റ്റഡും ആണെങ്കിൽ അത് അസൈക്ലിക് ആയിരിക്കും. അതേപോലെ അസൈക്ലിക് ആണെങ്കിൽ അത് ട്രീയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞതെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആൻഡ് ബോൺസ് എന്നാണ്. അതായത് ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ട്രീ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അതേപോലെ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്